ഓരോ സ്നേഹത്തിനും അതിൻ്റെ പ്രത്യേക സൗന്ദര്യവും ലക്ഷ്യവുമുണ്ട്. ഒരു പൂന്തോട്ടത്തിൽ പലതരം പൂക്കൾ ഉള്ളതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ സ്നേഹബന്ധങ്ങൾ. അമ്മയുടെ സ്നേഹത്തിനൊരു സൗന്ദര്യമുണ്ട്, സുഹൃത്തിൻ്റെ സ്നേഹത്തിനൊരു ലക്ഷ്യമുണ്ട്, പങ്കാളിയുടെ സ്നേഹത്തിനൊരു ആഴമുണ്ട്. ഇതിനൊന്നിനെയും മറ്റൊന്നിനോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഓരോ ബന്ധവും ദൈവത്തിൻ്റെ ഓരോ പ്രത്യേക പദ്ധതിയാണ്. ദൈവത്തിന് ഇപ്രകാരം പറയുന്നു, സ്നേഹത്തിന് ഭയമില്ല, പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. ബൈബിളിലെ ദാവീദിൻ്റെയും യോനാഥാൻ്റെയും സൗഹൃദം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. അവരുടെ സ്നേഹത്തിന് സമാനതകളില്ലാത്ത ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. സ്വന്തം ജീവനേക്കാൾ അധികമായി അവർ പരസ്പരം സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ലക്ഷ്യം കേവലം കൂട്ടുകൂടുക എന്നതല്ലായിരുന്നു, മറിച്ച് പ്രതിസന്ധികളിൽ പരസ്പരം താങ്ങാവുക എന്നതായിരുന്നു. ദൈവം ഓരോ മനുഷ്യരെയും നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത് ഓരോ പ്രത്യേക ലക്ഷ്യത്തോടു കൂടെയാണ്. സ്നേഹിക്കുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യരാകുന്നത്. നിങ്ങൾ നൽകുന്ന സ്നേഹം ഒരിക്കലും വെറുതെയാകില്ല. അത് ഒന്നെങ്കിൽ സ്വീകർത്താവിനെ മാറ്റും, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ മനോഹരമായൊരു വ്യക്തിയാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങളെ നാം വിലമതിക്കുന്നുണ്ടോ? ഓരോ സ്നേഹത്തിലും മറഞ്ഞിരിക്കുന്ന ദൈവികമായ ലക്ഷ്യം നാം തിരിച്ചറിയുന്നുണ്ടോ? എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ബന്ധത്തെയും അതിൻ്റെ തനിമയോടെ സ്വീകരിക്കുക. സ്നേഹത്തെ അളക്കാനോ താരതമ്യം ചെയ്യാനോ ശ്രമിക്കരുത്. ഓരോ വ്യക്തിയും നിങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിലെ സൗന്ദര്യം ആസ്വദിക്കുക, നിസ്വാർത്ഥമായി സ്നേഹിക്കുക എന്നതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം. സ്നേഹമുള്ളിടത്ത് ദൈവമുണ്ടെന്ന് ഓർക്കുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.